എന്റെതെങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓ പിന്നെ കണ്ടാലും മതി. എന്താണ് എന്റെ ഡ്രസ്സിന് ഒരു കുഴപ്പം കണ്ടേ? കുഴപ്പമൊന്നുമില്ല, എന്നാലും ചേച്ചിക്ക് അങ്ങോട്ട് മാച്ചാവുന്നില്ല. ഈ പറയല്ലേ? ഞാൻ മാത്രമൊന്നല്ല, അമ്മനോട് ചോദിച്ചോക്ക്. അത് നിനക്ക് അസൂയായോണ്ട് പറയുന്ന. ഓ പിന്നെ ഈ ഡ്രസ്സിനല്ല എനിക്ക് അസൂയ. ഒന്ന് പോയാ ചേച്ചി. എന്റെ തൊപ്പിയുടെ ചേച്ചിന്റെ തൊപ്പി എന്നോടാ ചോദിക്കുന്നേ? നീ ഇന്നലെ രണ്ട് തൊപ്പിയായിട്ട് നടക്കുന്നുണ്ട്. എപ്പാ ചേച്ചി കളിക്കാൻ നിൽക്കണ്ടേ? വേഗം എന്റെ തൊപ്പി തന്നിക്കോ. എന്റെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്റെ തൊപ്പി മര്യാദക്ക് തന്നിക്കോ, അല്ലെങ്കിൽ എന്റെ തൊപ്പി എനിക്ക് കൊണ്ടാ. അമ്പല പുളിസു, എന്റെ തൊപ്പി ഇപ്പൊ കിട്ടും. ഉണ്ണിക്കുട്ടാ, ഹായ് മിന്റൊക്കെ വന്നു. ഞാൻ പോവാ. നിക്കടാ, ഞാനുണ്ട്. പോയത് കണ്ടില്ല രണ്ടു? എന്റെ തൊപ്പി എടോ ഒളിപ്പിച്ചുണ്ടാവും. ഈ തുമ്പി ആരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അമ്മേ എന്താടി? അമ്മ എന്റെ തൊപ്പി കാണുന്നില്ല. നന്നായി പോയി. ഇന്നലെ അങ്ങനെ ഇട്ടോണ്ട് നടന്നില്ലേ? ഞാൻ അപ്പയെ പറഞ്ഞ എടുത്തു വെക്കാന്. അമ്മേ എന്നൊന്നും വിളിക്കണ്ട. അമ്മ എനിക്ക് എന്റെ തൊപ്പി വേണം അമ്മേ. തുമ്പി നല്ലൊരു ദിവസമായിട്ട് കരയാൻ നിൽക്കണ്ട. അമ്മ അവർക്കൊക്കെ തൊപ്പി ഉണ്ട്, എനിക്ക് മാത്രല്ല. എനിക്ക് വാങ്ങി തന്നല്ലേ? കൊണ്ടേ കളയുമ്പോ ഓർക്കണ്ടീനി. അമ്മേ അത് സാരല്ല, നീ അവളെങ്ങനെ വഴക്ക് പറയണ്ട. മോക്ക് ആന്റി തരട്ടെ തൊപ്പി? നീ വീട്ടിൽ പോയി അമ്മമ്മനോട് തൊപ്പി എടുത്ത് തരാറി. ശരി അമ്മേ. നീ എന്തിനാ അവളെ പറഞ്ഞയച്ചേ? അത് വേണ്ടില്ലായിരുന്നു. ഇവക്ക് വാങ്ങി കൊടുക്കേറ്റൊന്നുമല്ലല്ലോ, അവൾ കൊണ്ടേ കളഞ്ഞതല്ലേ. ആരും അവൾക്ക് കൊടുക്കേ ചെയ്യരുത്, അപ്പൊ മനസ്സിലാവും. അത് ഇനി അവളെ വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട. തുമ്പി എന്നാ തുമ്പി, ഈ തൊപ്പി തുമ്പി എടുത്തോ. താങ്ക് യുടാ. ആശംസിക്കുന്നു. ക്രിസ്മസ് ആയിട്ട് കാർട്ടൂൺ കണ്ടിക്ക. നല്ല ഫിലിം ഉണ്ടാവും. ആ റിമോട്ട് കണ്ടു തന്ന അമ്പട പുളിസ് ഇപ്പ തരും. തുമ്പി റിമോട്ട് മര്യാദക്ക് തന്നോ. എന്റെ ചേച്ചി ഞങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. അതൊക്കെ നിങ്ങൾ എപ്പം കാണാൻ തുടങ്ങിനി? നീ ഞാനൊന്ന് കാണട്ടെ. തുമ്പി റിമോട്ട് എന്നാ? അയ്യടാ ഇപ്പൊ കിട്ടും. ഞാൻ 10 വരെ എണ്ണും. അതിന്റെ ഉള്ളിൽ റിമോട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ചേച്ചി എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. 1 2 ചേച്ചി എണ്ണം പിടിക്കുക. തുമ്പി ഞാൻ മര്യാദക്ക് പറഞ്ഞ റിമോട്ട് എനിക്ക് തരാന്. ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഓ എത്രക്കായോ? റിമോട്ടിന് വിട്ടോ, അതാ എനിക്ക് നല്ലേ. ഞാൻ ഇപ്പൊ വിടും. നിന്നോട് ഞാൻ വിടാൻ പറഞ്ഞേ. ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്റെ റിമോട്ട് എങ്ങനെയുണ്ട് മോളെ? അമ്മേ എന്താടി ഇവിടെ ബഹളം? അമ്മ ചേച്ചി റിമോട്ട് തരുന്നില്ല. അമ്മ അവർ രണ്ടാളും 3 ടൈം കാണാൻ എനിക്ക് തന്നിട്ടല്ല. ഇപ്പൊ ഞാനൊന്ന് വാങ്ങിയതിന് അവള് കരയുന്ന വെറുതെ. അമ്മ എന്റെ റിമോട്ട്. തുമ്പി എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. രണ്ടെണ്ണം പൊട്ടിച്ചാട്ട് തരും. 3 ടൈം നിങ്ങൾ കാണല്ലേ? നീ ചേച്ചി കണ്ടോട്ടെ. മനുഷ്യന് 100 കൂട്ടം പണി ഉണ്ടാവുമ്പോ എന്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ചോളും. എങ്ങനെയുണ്ട്? നീ മക്കളെ പോയിക്കോളി. നീ ചേച്ചി ഒന്ന് കാണട്ടെട്ടോ. ചേച്ചി നിന്നുള്ള പണി ഞാൻ തന്നിരിക്കും. ആയിക്കോട്ടെ, തരാതിരിക്കരുതേ. നമുക്ക് കളിക്കാൻ പോവാ. രണ്ടും പോയി, സമാധാനായി. നീ സുഖത്തിലിരുന്ന് ഫിലിം കാണാം. മക്കളെ വരി, നമുക്ക് ഭക്ഷണം കഴിക്കാം. അച്ഛനോട് വിളിച്ചു വരിട്ടോ. എന്റെ അമ്മേ എന്തൊക്കെയത്? ചേച്ചി ഇങ്ങോട്ട് വന്ന് നോക്ക്. എന്താടി? അങ്ങോട്ടൊന്ന് നോക്ക് ചേച്ചി. എന്റെ ഈശ്വരാ, എന്തൊക്കെയായി കാണുന്നേ? ചെക്കങ്ങോട്ട് വന്ന് നോക്കടാ. എന്താ ചേച്ചി എന്നെ വിളിച്ചേ? മനുഷ്യനെ കളിക്കാനും സമ്മതിക്കില്ല. നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. ഈശ്വരാ, ഞാൻ സ്വർഗത്തിലെത്തിയോ? എന്നാ മക്കളിരിക്കും, അമ്മ ഭക്ഷണം വിളമ്പി തരാം. എന്നാ മക്കൾക്ക് വേണ്ടേ? മക്കളെ എടുത്ത് കഴിച്ചോടെ. അച്ഛനെ വിളിച്ചു വരട്ടെ അമ്മ. ശരി അമ്മേ. ആദ്യം ഞാൻ എന്ത് കഴിക്കും? ഓ കൺഫ്യൂഷൻ ആയല്ലോ. ഹായ് ചിക്കൻ. എന്നാ ആദ്യം ചിക്കൻ തന്നെ ആക്കാം. ഈ തുമ്പി എണീക്ക്. എന്താ ചേച്ചി? വേഗം എണീറ്റ് വാ. ഇന്നല്ല അമ്മമ്മയുടെ പോണേ. പിന്നെ അവനെ വിളിച്ചോട്. അത് ഞാൻ ഏറ്റു ചേച്ചി. ഉണ്ണിക്കുട്ടാ എണീക്ക്. എണീക്കടാ. ഓ അവന്റെ വേഗത്ത് വെള്ളം പാരണ്ടിരുന്ന തോന്നുന്നു. ഇപ്പൊ കാണിച്ചുതരാം. എന്താ ചേച്ചി കാണിക്കുന്നേ? വേഗം എണീക്ക്. ഞാൻ എന്തിനാ എണീക്കുന്നേ? ഈ പോരിനെ എണീച്ചോ? എങ്ങോട്ട്? ഇന്നല്ല അമ്മമ്മയുടെ പോവാന്ന് പറഞ്ഞേ. വേഗം വാ.
1 hour later. അമ്മ എത്ര ടൈമായി ഒരുങ്ങുന്നേ? ദാ പെണ്ണ വരുന്നേ. അമ്മ അച്ഛനെ വിളിച്ചോ? ആ അച്ഛനെ വിളിച്ച്. അച്ഛൻ പറഞ്ഞു നമ്മളോട് ബസ്സിൽ പോവാ, അച്ഛൻ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു. ബസ്സിലോ? വേഗം നടന്നൂടി. നീ പാറു അവനെ പിടിച്ചാ. നാളെ നിക്ക്. ഇപ്പൊ വീട് പണി ഉണ്ടാക്കുവന്. ദാ ചെക്ക ഈയട്ടടാ ഓടണേ. മൂന്നാളും അവിടെ കേറി ഇരുന്നാണി. അമ്മ ഞങ്ങൾക്ക് മുട്ടായി മേടിച്ചു തരുമോ? മുട്ടായി ഒന്നും മേടിക്കാനായില്ല. ആ എനിക്ക് വേണം. എന്നാലും മേടിച്ചു തരില്ല. ബസ് ഇറങ്ങിയിട്ട് മേടിക്കാം. എനിക്ക് മിഠായി വേണമ്മേ. വെറുതെ രണ്ട് കരയാൻ നിക്കണ്ട. ഞാൻ ഇപ്പൊ വാങ്ങി തരില്ലാന്ന് പറഞ്ഞാ തരില്ല. അമ്മ പ്ലീസ് അമ്മ. ദേ തുമ്പി, ഞാൻ നിന്നോട് പറഞ്ഞല്ലാടാ ബസ് ഇറങ്ങിയിട്ട് വാങ്ങി തരാന്ന്. അമ്മ ഒരു മുട്ടായി മതി അമ്മ. ഒരു മിഠായോ? അപ്പൊ എനിക്കോ? എനിക്ക് മിഠായി ഒന്നും വേണ്ട. അമ്മയുടെ പ്ലീസ് ചേച്ചിക്ക് മാത്രല്ലേ. നാട് റോഡാണെന്നും ഞാൻ നോക്കൂല. രണ്ടിനും തികച്ചിനോട് കിട്ടും. പോയിരിക്കും രണ്ടാടെ. ഓ ബസ്സും വരില്ലല്ലോ. ആ ചെക്കാ നിന്റെ പണിയാ. അമ്മ മുട്ടായി വാങ്ങി തരാൻ നിന്നേനി. ഓ പിന്നെ ഇപ്പൊ വാങ്ങി തന്നെ തന്നെ. ഈ മിഠായി അറിഞ്ഞ വണ്ടി വന്നെന്തിനാ? പിന്നെ ചേച്ചിക്ക് മാത്രം തന്നാ മതിയോ? രണ്ടിന്റെ പ്രശ്നം ഇനിയും കഴിഞ്ഞില്ലേ? ഒന്നുമില്ലമ്മേ. വായിക്കുണ്ടാക്കാതെന്നോളി. ഇന്ന് അമ്മ ബസ് ഇറങ്ങിയിട്ട് മിഠായി വാങ്ങി തരാട്ടോ. അമ്മ എനിക്ക് കിണ്ടർ ജോയ് മതി. എനിക്കോ? നിങ്ങളെ വായിക്ക് തീർന്നാലേ അമ്മ വാങ്ങി തരുള്ളേ. ഞങ്ങളെ വായിക്ക് എപ്പോഴേ തീർന്നമ്മേ. അല്ലേ ചേച്ചി? അതെ. ആ ബസ് വന്നല്ലോ. രണ്ടാള് വേഗം എണീറ്റാണി. ബസ് വന്നേ. മൂന്നാള് വേഗം നടന്നൂടി. ചേച്ചി കുറച്ച് നീങ്ങിരുന്ന. എനിക്ക് ഇരിക്കാൻ സ്ഥലമല്ല. ഓ എനിക്കൊന്നും ഇരിക്കാൻ ഇവിടെ സ്ഥലമല്ല. ഞാൻ തന്നെ ഇപ്പൊ വീഴും. എന്നാ ചേച്ചി അമ്മന്റെ അടുത്ത് പോയിക്കോ. ഞാൻ പോകില്ല. എനിക്ക് വേണമെങ്കിൽ പോയിക്കോ. രണ്ടാളും മിണ്ടാക്കുണ്ടോ? ആ എത്താനായല്ലോ. മക്കളെ എനിക്ക് സ്റ്റോപ്പ് എത്താനായി. പോണേ. എനിക്കിനി വയ്യ നടക്കാന്. എണീക്ക്, ഇനി കുറച്ചുകൂടി ഉള്ളൂ. അമ്മനോട് പറഞ്ഞല്ലേ ഓട്ടോ വിളിക്കാന്. ഡയ്യും കണ്ടല്ലേ അവിടെ നമ്മൾ കുറെ നേരം നിന്നില്ലേ ഓട്ടോക്ക് വേണ്ടി. എനിക്കാവില്ല അമ്മേ. എന്നാ അമ്മ കുറച്ചു നേരം എടുക്കാം മോനെ. വാ. നീ പാറത് പിടിച്ചാ. നീ വേഗം നടന്നൂടി. അമ്മേ അമ്മേ തുമ്പി വരുന്നില്ല. തുമ്പി വേഗം നടന്ന മുന്നില്. ഇല്ല ഞാൻ നടക്കൂല. തുമ്പി എന്നെ ദേഷ്യം പഠിപ്പിക്കരുതേ. അമ്മ അവനെ എടുത്തില്ലേ. ഞാൻ വരൂല. എന്നെ എടുക്കണം. നീ രണ്ടാളെ ഇവിടെ എടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയൂല. അവൻ എന്നെക്കാളും ചെറുതല്ലേ. അമ്മക്ക് എന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ. മിണ്ടാതെ വേഗം നടന്നോ. ഞാൻ നടക്കൂല. നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവല്ലേ? വേണ്ട, ഞാൻ വേഗം നടന്നോട്. വീട്ടിലേക്ക് പോകണ്ട അമ്മേ, ഞാൻ നടന്നോളാം. എന്നാ മക്കളെ വേഗം നടക്കി. നീ കുറച്ചുകൂടി അല്ലേ ഉള്ളൂ. മക്കളെ വേഗം നടന്നോടിട്ടോ. A few moments later. വീടെത്തിയേ. അമ്മമ്മനെ വിളിച്ചു നോക്കി. അമ്മമ്മേ അമ്മമ്മേ ഞങ്ങളെത്തി. ആ മക്കള് വന്നോ? അച്ഛനെ ഇവിടെ വന്നില്ലേ? അച്ഛന് രാത്രി എത്തും. മക്കളെ എങ്ങനെയാ വന്നേ? ഞങ്ങൾ ബസ്സിലാ പോന്നേ. പിന്നെ ഞങ്ങൾ നടന്നു. നടന്നു. നല്ല നടത്തം തന്നെ. ഇനി ഈ മക്കളെ നടത്തിച്ച് എനിക്ക് അവിടുന്ന് ഓട്ടോ വിളിച്ചു വിടണിയോ? ഒക്കെ ഓർഡർ പോയിരിക്കുക. ഒറ്റ ഓട്ടോ പോലും ഇല്ല. കൊറേ നിന്ന് ഞങ്ങൾ അവിടെ. ആരോ മോളെന്താ മിണ്ടാത്ത അമ്മമ്മനോട്? ഒന്നുമില്ല അമ്മമ്മേ. അമ്മമ്മന്റെ മക്കള് വരി. നടന്ന് കുഴങ്ങിണ്ടാവും. അതെ അമ്മമ്മേ, ഞാൻ നടന്ന് കുഴങ്ങി. അവൻ വെറുതെ പറയാം അമ്മമ്മേ. അവനെ അമ്മ എടുത്തതാ. അമ്പട വിളവ